ഇല്ലേ? അത് ചോറ് കഴിച്ച് തന്നെ ഞാൻ വിട്ടു. അത് വെക്കാൻ പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞു വാട്ടർ ബോട്ടിൽ തുടങ്ങിയല്ലോ. ഉപ്പൊക്കെ നമുക്ക് ഞാൻ പുതിയ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് വരുത്തിപ്പിക്കാം. നമ്മുടെ ജാസ്മിന് പാവം സ്വന്തം പേര് എഴുതിയൊരു കുപ്പിയില്ല. പാവം നമ്മുടെ അവൾക്ക് അപ്പം ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് ഇന്നലെ മറ്റേ ലെറ്റർ ഇല്ല സ്റ്റോർ റൂമിൽ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ എല്ലാം തിരിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതാ മെസ്സേജ് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അന്ന് നമുക്ക് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇത് മറ്റേ ലെറ്റർ വരുത്തിക്കാം ബിഗ് ബോസിൻ്റെ സ്റ്റോർ റൂമിൽ ഇത് തിരിച്ചു വെക്കാൻ. അപ്പോൾ പറയാ എന്താണ് എനിക്ക് സോങ്ങാണ്, എനിക്ക് സ്വന്തം ഒരു കുപ്പിയില്ല. അയ്യോ അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് കണ്ടിറങ്ങിയൊരു പേരടിച്ച് തരും ഒരു കുപ്പി എറിഞ്ഞു. ലാസ്റ്റ് അവർക്ക് പോകുന്നു അങ്ങനെ സ്വന്തമായിട്ട് കുപ്പിയില്ല, സ്വന്തമായിട്ട് ഗബ്രിയുടെ കുപ്പി മേടിച്ചാണ് ബിഗ് ബോസിൻ്റെ കൂടുതൽ പറഞ്ഞ് നിനക്ക് എൻ്റെ അവസ്ഥ വരാണ്ടിരിക്കട്ടെ. അതിൻ്റെ ആവശ്യമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ അതിപ്പോ അതല്ല, അത് വേറെ വിഷയം. നമ്മൾ അവരുടെ പോലത്തെ സിറ്റുവേഷനാണ്. നമ്മൾ വേറെ ലെവലാണ്. ഇവരെ പോലെ മറ്റേ അതിന് വേണ്ടിയിട്ട് ഇല്ല. നമ്മുടെ ഇടയിൽ കണക്ഷൻ അവര് പറയണ നമ്മൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പിള്ളായതല്ല. നമ്മൾ എത്ര നാളെടുത്തു. 1.5 മാസം കട്ടിലിരുന്നുണ്ടായ അതാണ് കട്ടിൽ റാണി, ആദ്യത്തെ കട്ടിൽ റാണി. പിന്നെ ഞാൻ മറ്റേ എന്നെ ചെവി പോകുന്നത് എന്റെ കീ എടുക്കണ ഞാൻ പാവാ. അത് നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കാണുന്നില്ല. നോറൊക്കെ എല്ലാം കേൾക്കുന്നു. തോട്ട് പ്രോസസ്സാണ്. നോറയുടെ നടത്തമാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും നോറ ആ കൈയും വീശികളും നടത്തും. സീരിയസ് ആയിട്ട് പറഞ്ഞു. പിന്നെ സംസാരിക്കുമ്പോഴും നോമിനേഷനാണോ ചിന്തിച്ചുകൊണ്ടിരിക്കണം? നോമിനേഷനല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ഞാൻ വിചാരിച്ച അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആരെയാണ് ഞാൻ ചിന്തിക്കല്ലേ, ഞാൻ എപ്പോഴും നടക്കാറുണ്ട്. ഞാൻ വിചാരിച്ച അത് ചിന്തിക്കുക. അതൊന്നും ചിന്തിക്കണേ. നടന്നത് എനിക്കല്ലേ, ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഈ വീട് തീരെ ഡിസ്റ്റർബ്ഡ് അല്ലാതെ ഇറങ്ങുന്ന ഒരാളാണ്. തീരെ ഡിസ്റ്റർബ്ഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയി സമാധാനായി.